Hi dear students, I welcome you all to the world of social science. Today we are going to discuss the first chapter from Geography of 9th standard. Before that, we need to know which are the chapters that we have to study, that we have to learn in this year. ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ 9th സ്റ്റാൻഡേർഡിന്റെ ജിയോഗ്രഫിയിൽ അഥവാ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ എത്ര ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ഞാനിവിടെ കണ്ടന്റ് പേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പാർട്ട് 1 ആണ്, ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ പാർട്ട് 1 നമുക്ക് ആകെ 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ സൺ, the ultimate source. Second one, the signature of time. Third one, national income. Then, by the hands of the nature. Fifth one, ocean and man. ഇങ്ങനെയുള്ള 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പാർട്ട് 1 പഠിക്കാനുള്ളത്. അതേപോലെ പാർട്ട് 2 നമ്മൾ പോകുമ്പോൾ പാർട്ട് 2 നമുക്ക് നോക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. ആറാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് for a safer future, population, migration, settlements, economic systems and economic policies. Okay, അപ്പോൾ ആകെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 രണ്ടും കൂടെ നമുക്ക് പഠിക്കാനുള്ളത് 9 ചാപ്റ്റേഴ്സ് ആണ്. 9th സ്റ്റാൻഡേർഡിന്റെ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ അഥവാ ജിയോഗ്രഫി ടെക്സ്റ്റിൽ നമുക്ക് ആകെ 9 ചാപ്റ്റേഴ്സ് ആണ് ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ ഇവിടെ ഷെയർ ചെയ്തുകൊണ്ട് അതിന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? സൺ ആണ്, സൂര്യനാണ്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മാപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി അബവ് മാപ്സ് ഷോയിങ് ദി അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഓഫ് എ ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ. ഈ മാപ്പിൽ എന്താ കാണിക്കുന്നത്? ഇന്ത്യയിലുള്ള ചില സിറ്റീസിലെ, ചില നഗരങ്ങളിലെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആണ്, അന്തരീക്ഷ താപനിലയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 മാപ്പിലും എന്താ കാണിക്കുന്നത്? ഒന്ന് ഫസ്റ്റ് ഡിസംബർ 2015 ഡിസംബർ 1 ടെമ്പറേച്ചർ ആണ്. മറ്റൊന്ന് അതേ വർഷം തന്നെ ജൂൺ 1 ടെമ്പറേച്ചർ ആണ്. അതേ സ്ഥലങ്ങളിൽ ജൂൺ 1 ടെമ്പറേച്ചർ ആണ്. അപ്പൊ 2 മാപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ കേരളത്തിന്റെ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിസംബർ 1 കേരളത്തിൽ നമ്മൾ കാണുന്ന ഇവിടെ കൊടുത്തിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ. എന്നാൽ ജൂൺ 1 ആയപ്പോൾ അവിടെ 33 ആയിട്ട് മാറി, ചെറിയൊരു മാറ്റം. അതേപോലെ മധ്യപ്രദേശ് 23 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് ജൂൺ ആയപ്പോൾ 36 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതേപോലെ രാജസ്ഥാൻ 26 ഉള്ളത് 40 ആയി, കശ്മീരിൽ 18 ഉള്ളത് 25 ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില ചേഞ്ചസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഈസ് ദി ടെമ്പറേച്ചർ ദി സെയിം അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഓൺ ദി സെയിം ഡേ? അതായത് ഒരേ ഡേറ്റ് തന്നെ എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചർ സെയിം ആണോ? ഇപ്പോൾ ഡിസംബർ 1 ടെമ്പറേച്ചർ ആണല്ലോ ഇവിടെ കൊടുത്തത്. അപ്പൊ എല്ലാ പ്ലേസിലും സെയിം ടെമ്പറേച്ചർ ആണോ? നോ, ഒരിക്കലും അല്ല. നമുക്കത് കണ്ടാൽ അറിയാം. 32, 28, 32, 33, 23, 26, 21 ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ടെമ്പറേച്ചർ ഇൻ ഡിഫറെന്റ് പ്ലേസസ് അല്ലെ? ഒരേ സ്ഥലത്ത് പിന്നെ ഒരേ ഡേറ്റ് തന്നെ പല സ്ഥലത്തും പല ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതേപോലെ നമ്മൾ ജൂൺ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. 36, 33, 40, 37. സോ ഡിഫറെന്റ് ടെമ്പറേച്ചർ ഇൻ ഡിഫറെന്റ് പ്ലേസസ്. അതേപോലെ സെക്കൻഡ് വൺ, ഈസ് ദി ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ദി സെയിം ഇൻ ഓൾ സീസൺസ്? അതായത് ഒരു സ്ഥലത്ത് എല്ലാ സീസണിലും ഒരേ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ ഡിസംബർ മാസത്തിലും ജൂൺ മാസത്തിലും സെയിം ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടോ?
നോക്കാം നമുക്ക്. ഇപ്പോൾ കേരളം 32 ആണ്, ജൂൺ ആയപ്പോൾ 33 ആയി. മധ്യപ്രദേശ് നേരെ നോക്കിയില്ലേ, മധ്യപ്രദേശ് 23°C ആണ് ഡിസംബറിൽ. അത് എന്തായി, ജൂൺ 1 ആയപ്പോൾ 36 ആയി. അതേപോലെ ഇവിടെ നമ്മൾ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്താണെങ്കിൽ 29°C ആണ് ഡിസംബറിൽ, അത് 32 ആയി മാറി ജൂൺ ആയപ്പോഴേക്ക്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് നോ എന്ന് പറയേണ്ടി വരും. ഈസ് ദി ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ദി സെയിം ഇൻ ഓൾ സീസൺസ്? അതായത് പിന്നെ വിവിധ സീസൺസിൽ വിവിധ കാലങ്ങളിൽ ഒരേ പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനില ടെമ്പറേച്ചർ ഒരുപോലെയാണോ? ഒരുപോലെയല്ല, നോ. അപ്പൊ രണ്ടിന്റെ ആൻസറും നമുക്ക് നോ എന്നാണ് കിട്ടുന്നത്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി ടെമ്പറേച്ചർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പ്ലേസും ടൈമും മാറുന്നതിനനുസരിച്ച്, അല്ലെ, സ്ഥലം മാറുന്നതിനനുസരിച്ച്, അതേപോലെ കാലം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ദി ടെമ്പറേച്ചർ വേരീസ്. ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട്. Let us look at this causes. Let us look at the causes and consequences of the varied distribution of atmospheric temperature. അപ്പോൾ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഈ ഒരു വ്യത്യാസം, ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള വിവിധ കാരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us look at the causes and consequences of the varied distribution of atmospheric temperature. ഓക്കെ, അപ്പൊ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ പോകുന്നു. യു നോ ദാറ്റ് the sun is the sole source of energy for earth. sun is the sole source of energy for earth. അതായത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് ഏതാണ്? അത് സൂര്യനാണോ? ഓക്കെ, സൂര്യനാണല്ലോ നമ്മുടെ ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഏതാണ്? എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൺ ആണ്, സൂര്യനാണ്. സോളാർ എനർജി, ഈ ഒരു സെന്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യത്തെ ഞാൻ ഒഴിവാക്കുകയാണ്, ശ്രദ്ധിക്കുക. സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇൻസോലേഷൻ. എന്താ പറയുന്നത്? അല്ലെങ്കിൽ സൗരോർജം, സോളാർ എനർജി, സൂര്യനിൽ നിന്നുള്ള എനർജി, സോളാർ എനർജി റീച്ചസ് എർത്ത്, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. സൗരോർജം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. എങ്ങനെ? സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ചെറിയ തരംഗങ്ങളായിട്ട്, ചെറിയ വേവ്സ് ആയിട്ട്, ഷോർട്ട് വേവ്സ് ആയിട്ടാണ്, ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സോളാർ എനർജി എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ഭൂമിയിലേക്ക് റീച്ച് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇൻസോലേഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസോലേഷൻ. ഓക്കെ, സൗരവികിരണം എന്ന് മലയാളത്തിൽ പറയും, സൗരവികിരണം, ഇൻസോലേഷൻ. ഈ ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് ആവശ്യമുള്ള ഒരു ടേമാണ് ഇൻസോലേഷൻ. അപ്പോൾ എന്താ ഇൻസോലേഷൻ? ഇൻസോലേഷൻ മീൻസ് ദി സോളാർ എനർജി റീച്ചസ് എർത്ത് in the form of short waves. This is called as insolation. സൗരോർജം നമ്മുടെ ഭൂമിയിലേക്ക് റീച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. അപ്പൊ ഷോർട്ട് വേവ്സ് ആയിട്ട് സോളാർ എനർജി നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇൻസോലേഷൻ എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക്, എർത്തിലേക്ക്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, എർത്ത് സർഫസിലേക്ക് സോളാർ എനർജി വരുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻസോലേഷൻ. The earth's surface facing the sun gets heated by this flow of energy which begins with the sunrise and lasts till sunset. അതായത് നമ്മുടെ ഭൂമിയിൽ ചൂട് ഉണ്ടാവാനുള്ള, ടെമ്പറേച്ചർ കൂടാനുള്ള, ചൂട് അനുഭവപ്പെടാനുള്ള കാരണം എന്താ? ഈ ഒരു ഇൻസോലേഷൻ ആണ് ഇതിനുള്ള കാരണം. ദി പ്രോസസ് ഓഫ് ഇൻസോലേഷൻ ആണ് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാവാനുള്ള കാരണം. ദി earth's surface, ഭൗമോപരിതലം, നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലം. ദി എർത്ത് സർഫസ് ഫേസിംഗ് ദി സൺ, അതായത് സൂര്യനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഭാഗം എന്ത് ചെയ്യുന്നു? ഗെറ്റ്സ് ഹീറ്റഡ്, അത് ചൂടാവുന്നു. ബൈ ദിസ് ഫ്ലോ ഓഫ് എനർജി, അതായത് ഈ ഒരു ഇൻസോലേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു ഫ്ലോ ഓഫ് എനർജിയാണ് ഇൻസോലേഷൻ, അല്ലെ? സൂര്യൻ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സൗരോർജം. ഓക്കെ, ഫ്ലോ ഓഫ് എനർജി വിച്ച് ബിഗിൻസ് വിത്ത് സൺറൈസ് ആൻഡ് ലാസ്റ്റ് ടിൽ സൺസെറ്റ്. എപ്പോൾ തുടങ്ങി എപ്പോൾ വരെയാണ്? സൺറൈസ് മുതൽ തുടങ്ങിയിട്ട് സൺസെറ്റ് വരെ ആ ഒരു ഇൻസോലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോ ഓഫ് എനർജി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യനിൽ നിന്നുള്ള എനർജി നമ്മുടെ ഭൂമിയിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. അത് എത്ര വരെയുണ്ട്? നമ്മുടെ സൺസെറ്റ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടാനും കുറയാനൊക്കെയുള്ള കാരണം. ദി ഹീറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദി അറ്റ്മോസ്ഫിയർ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ത്രൂ വേരിയസ് പ്രോസസ്. ശ്രദ്ധിക്കണേ, അപ്പൊ സൺറൈസ് മുതൽ
സൺസെറ്റ് വരെ സോളാർ എനർജി നമ്മുടെ എർത്ത് സർഫസിലേക്ക്, നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സൺസെറ്റ് വരെ. ഓക്കെ, എന്നിട്ടോ the heat is then transferred to the atmosphere from the surface of the earth through various processes. അപ്പോൾ സൺറൈസ് മുതൽ സൺസെറ്റ് വരെ സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ആ ഒരു ഹീറ്റ്, ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ചൂട്, അതെന്ത് ചെയ്യാണ് പിന്നീട് ദാറ്റ് ഹീറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ എർത്ത് സർഫസിൽ നിന്നും ഭൗമോപരിതലത്തിൽ നിന്നും ആ ഒരു ഹീറ്റ് പിന്നെ എന്ത് ചെയ്യാണ്, പിന്നീട് then transferred to the atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ആ ഒരു ചൂട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ വ്യാപിക്കുകയാണ്. എങ്ങനെ? ഇവിടെ പറയുന്നു ത്രൂ വേരിയസ് പ്രോസസ്സസ്, പല പ്രക്രിയകളിലൂടെ, വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് ആ ചൂട്, ആ ഹീറ്റ് അല്ലെങ്കിൽ ആ താപം എന്ത് ചെയ്യാണ്, വ്യാപിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷ താപന പ്രക്രിയകൾ എന്നർത്ഥം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു സോളാർ എനർജി നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, എർത്ത് സർഫസിലേക്ക്, ഓക്കെ, എർത്ത് സർഫസിലേക്ക് സോളാർ എനർജി സൺറൈസ് മുതൽ സൺസെറ്റ് വരെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ അത് കിട്ടി നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുന്നു. ആ എർത്ത് സർഫസ് പിന്നീട് എന്ത് ചെയ്യുന്നു, ആ സ്വീകരിച്ച ഹീറ്റ് മുഴുവൻ, ആ താപം മുഴുവൻ അതിനോട് ചേർന്ന അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതെങ്ങനെയൊക്കെയാണ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ താപന പ്രക്രിയകൾ. അപ്പൊ ഇങ്ങനെയുള്ള 4 പ്രോസസ്സസ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ദി ഗിവൻ ഡയഗ്രംസ് ഇൻഡിക്കേറ്റ് ദി പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതായത് പിന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അന്തരീക്ഷ താപന പ്രക്രിയകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേരുകൾ മാത്രമല്ല, എക്സ്പ്ലനേഷൻ മാത്രമല്ല, പിക്ചേഴ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ദീസ് ആർ ദി പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ, ദെൻ അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഒരിക്കലും മാറിപ്പോകരുത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ദീസ് ആർ ദി 4 പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന, താപം പിന്നെ വ്യാപിപ്പിക്കുന്ന, പകർന്നു കൊടുക്കുന്ന, താപം എത്തിക്കുന്ന 4 പ്രോസസ്സസ് ആണ് ഈ പറയുന്ന 4 എണ്ണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പിക്ചർ സഹിതം നമ്മൾ ഓർക്കുക. സോ ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. എന്തിവിടെ പറയുന്നത്? വാട്ട് ഈസ് കണ്ടക്ഷൻ? എക്സാമിന് പിക്ചേഴ്സ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. പിക്ചേഴ്സ് ചോദിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഏത് പ്രോസസ്സാണ്, കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, അഡ്വെക്ഷൻ ആണോ, ആ രൂപത്തിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചിത്രം കൊടുത്തുകൊണ്ട് ചോദിക്കാറുണ്ട്. So first one, conduction. Heat is transferred to that part of the atmosphere close to the hot surface of the earth. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്? Heat is transferred to that part of the atmosphere close to the hot surface of the earth. അതായത് നമ്മുടെ എർത്ത് സർഫസിന്റെ, ഭൗമോപരിതലത്തിന്റെ ചൂട് പിടിച്ച ഭാഗങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഈ ഒരു ഹീറ്റ് പകരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി ഹോട്ട് സർഫസ് ഓഫ് ദി എർത്ത്. ഇവിടെ ഞാൻ ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഈ ചിത്രത്തിൽ ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്ത ഭാഗം ഇതാണെന്ത്? ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്ത ഭാഗമാണ് എർത്ത് സർഫസ്, ഭൗമോപരിതലം. ഓക്കെ, ഭൂമിയുടെ ഉപരിതലം ഈ പച്ച മാർക്ക് ചെയ്ത ഭാഗങ്ങളാണ് എല്ലാ ചിത്രത്തിലും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി ഹോട്ട് സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, നമ്മുടെ എർത്ത് സർഫസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ചൂടായിട്ടുള്ള ഈ ഒരു എർത്ത് സർഫസിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയർ പോർഷൻസ് ക്ലോസ് ടു ദി ഹോട്ട് സർഫസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, ചൂടായി കിടക്കുന്ന ഈ ഒരു എർത്ത് സർഫസിനോട് ക്ലോസ് ആയിട്ടുള്ള, അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക്, അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഭാഗങ്ങളിലേക്ക്
ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ഷൻ. ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്കല്ല, മറിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി ഹോട്ട് സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, എർത്ത് സർഫസ് ഉണ്ടല്ലോ, ആ എർത്ത് സർഫസിനോട് ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്ത് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ഭാഗങ്ങളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കണ്ടക്ഷൻ. അപ്പൊ അതിന്റെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, ഒരുപാട് ഡിസ്റ്റൻസിൽ ആരോ മാർക്ക് കൊടുത്തിട്ടില്ല. പിന്നെയോ ഈ ഒരു സർഫസിനോട് ചേർന്നുകൊണ്ട് കുറഞ്ഞ ഹൈറ്റിൽ മാത്രമേ ഈ ആരോ മാർക്ക് കൊടുത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറഞ്ഞ ഈ ഒരു എർത്ത് സർഫസിനോട് ക്ലോസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കൺവെക്ഷൻ. നേരത്തെ കണ്ടക്ഷൻ ആണെങ്കിൽ ഇത് കൺവെക്ഷൻ ആണ്. അവിടെ ചിത്രം ആദ്യം നോക്കാം, എന്നിട്ട് ആ ഒരു സെന്റൻസ് നമുക്ക് വായിക്കാം. ഓക്കെ, ചിത്രം ശ്രദ്ധിക്കുക, നേരത്തെ പോലെയല്ല, കുറച്ചും കൂടി ഹൈറ്റിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്. ചൂടായ വായു വികസിച്ചു ഉയരുന്നു എന്നർത്ഥം. ഓക്കെ, ഹീറ്റഡ് എയർ, ചൂടായ വായു, എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്, അത് വികസിച്ച് മുകളിലോട്ട് ഉയരുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ ക്ലോസ് ടു ദി ഹോട്ട് സർഫസ് ഓഫ് എർത്ത് അല്ല, നമ്മുടെ നമ്മുടെ എർത്ത് സർഫസിന്റെ ആ ഒരു ക്ലോസ് റീജിയനിൽ മാത്രമല്ല അത് വരുന്നത്, കുറച്ചും കൂടി ഹൈറ്റിലേക്ക് അത് പോകുന്നുണ്ട്. ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്, അല്ലെ? വികസിച്ച്, ചൂടായ വായു വികസിച്ച് മുകളിലോട്ട് ഉയരുന്നു. അപ്പൊ ആ രൂപത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. സോ കണ്ടക്ഷൻ, കൺവെക്ഷൻ, ദെൻ അഡ്വെക്ഷൻ. എന്താണ് അഡ്വെക്ഷൻ? അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ ആരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്ത ആരോ മാർക്ക് എങ്ങനെയാ? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്. ഓക്കെ, എന്താ ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള, ഒന്നുകിൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ, നമുക്ക് എങ്ങനെയും ആരോ മാർക്ക് അവിടെ കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അതാണല്ലോ ഇങ്ങനെ തിരശ്ചീനമായി, അതാണ് ഹൊറിസോണ്ടൽ. നേരെ മറിച്ച് വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുത്തനെയാണ്, അല്ലെ? വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുത്തന. അപ്പൊ ഇവിടെ വേർട്ടിക്കൽ അല്ല, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കാറ്റിലൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് അഥവാ തിരശ്ചീനമായിട്ട് താപം വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ചൂടുള്ള ഭൂമിയുടെ ഒരു എർത്ത് സർഫസ്, ചൂട് പിടിച്ചു കിടക്കുന്ന ഒരു എർത്ത് സർഫസിന്റെ ആ ഒരു ഭാഗത്തുകൂടെ കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാറ്റ് ഏത് ഭാഗത്തേക്കാണോ വീശുന്നത് അവിടേക്കും ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ആ ഒരു ചൂട് വ്യാപിക്കും. അപ്പൊ ആ രൂപത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോസസ് ആണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്, കാറ്റിന്റെ സഹായത്തോടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത്? അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അവസാനത്തേതാണ്, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോസസ് ആണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൗമ വികിരണം എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ താപചാലനം, കണ്ടക്ഷൻ താപചാലനം, കൺവെക്ഷൻ സംവഹനം എന്ന് പറയും, അഡ്വെക്ഷൻ അഭിവഹനം എന്ന് പറയും, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണ്? ഭൗമ വികിരണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, 4 ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ നോക്കാം എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ശ്രദ്ധിക്കാം, heat is transferred from the surface of earth to the outer space in the form of long waves. Heat is transferred from the surface of the earth. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്, ഭൂമിയുടെ സർഫസിൽ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് പല പല മെത്തേഡിലൂടെ മാത്രം. അപ്പൊ ഇവിടെ ടെറസ്ട്രിയൽ റേഡിയേഷനിൽ എങ്ങനെയാണ്? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ടു ദി ഔട്ടർ സ്പേസ്. എവിടേക്കാ പോകുന്നത്? ഹീറ്റ് എവിടേക്കാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടു ദി ഔട്ടർ സ്പേസ്. അതും എങ്ങനെ? ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ്. ഓക്കെ, ലോങ് വേവ്സ് ആയിട്ടാണ്, അതായത് പിന്നെ ദീർഘതരംഗങ്ങളായിട്ട് നമ്മൾ പറയാം. ഓക്കെ, ലോങ് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ ദീർഘതരംഗ രൂപത്തിലാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതും എങ്ങോട്ടാ പോകുന്നത്? ടു ദി ഔട്ടർ സ്പേസ്, ശൂന്യാകാശത്തിലേക്കാണ് ആ ഒരു ഹീറ്റ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അതിലേക്ക് പോവാണ്. മുകളിൽ നമ്മൾ പറഞ്ഞു
ഇവിടെ നമ്മൾ പറഞ്ഞു സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എനർജി വരുന്നത് എങ്ങനെയാണ്? ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആണ് അല്ലെ. ഹ്രസ്വ തരംഗങ്ങൾ, ചെറിയ ഷോർട്ട് വേവ്സ് ആയിട്ടാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എനർജി വരുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസോലേഷൻ. ഓക്കെ, അപ്പോ അങ്ങനെ ഭൂമിയിലേക്ക് എത്തിയ ആ ഒരു എനർജി, ആ ഒരു ഹീറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും പറയാം. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസോലേഷൻ. And now terrestrial radiation എന്താണ്? Heat is transferred from the surface of the earth. അതായത് ഇവിടെ റിസീവ് ചെയ്തല്ലോ നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് നമ്മളിപ്പോൾ ഹീറ്റ് ഇൻസുലേഷനിലൂടെ നമ്മൾ റിസീവ് ചെയ്ത ഹീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ചൂടുണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. എവിടേക്ക്? ഇവിടെ കാണാം, ടു ദി ഔട്ടർ സ്പേസ് ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ്. അപ്പൊ ഇൻസുലേഷൻ, ഭൂമിയിലേക്ക് സൗരോർജ്ജം എത്തിയത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആണ്. എന്നാൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷനിൽ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ അതെങ്ങനെയായി? ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ് ആയി, ദീർഘ തരംഗങ്ങളായിട്ട് മാറി. Okay, so these are the 4 methods of heat transfer in the atmosphere. So processes of heat transfer in the atmosphere. 4 പ്രോസസ്സുകളാണ്, 4 പ്രക്രിയകളാണ്. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന, ചൂട് താപം വ്യാപിക്കുന്ന 4 പ്രക്രിയകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. Okay, then conduction, convection and advection are confined to the near atmosphere of the earth. നമ്മൾ ആദ്യം പറഞ്ഞ 3 പ്രോസസ്സും, കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത, these are confined to the near atmosphere of the earth. അതായത് പിന്നെ നമ്മുടെ ഭൂമിയോട് ചേർന്ന്, നമ്മുടെ സർഫസിനോട് ചേർന്ന് കൊണ്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അവിടങ്ങളിൽ മാത്രം നടക്കുന്ന പ്രോസസ്സുകളാണ് കണ്ടക്ഷന്, കൺവെക്ഷന്, അഡ്വെക്ഷൻ മെയിൻ ആയിട്ട്. Okay, these are confined to the near atmosphere of the earth. നമ്മുടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന, നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന 4 പ്രോസസ്സുകളാണ് കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും. എന്നാൽ 4ാമത്തെ ടെറസ്ട്രിയൽ റേഡിയേഷനോ ഇവിടെ പറയുന്നു the re-radiation of energy from the surface of the earth back to the outer space in the form of long waves is called terrestrial radiation. Okay, അതായത് ഈ ഒരു ബോക്സിനുള്ളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വേറൊരു രൂപത്തിൽ മറ്റൊരു സെന്റൻസ് ആക്കി ഇവിടെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്. ദി റീറേഡിയേഷൻ ഓഫ് എനർജി ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, നമ്മുടെ എർത്ത് സർഫസ് എന്നാണ് റീറേഡിയേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എങ്ങോട്ട്? ബാക്ക് ടു ദി ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസിലേക്ക് അല്ലെങ്കിൽ ശൂന്യാകാശത്തേക്ക് ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ്, അതായത് ലോങ് വേവ്സ് ആയിട്ട്, ദീർഘതരംഗങ്ങളായിട്ട്. ദാറ്റ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സോ ദി അറ്റ്മോസ്ഫിയർ അബ്സോർബ്സ് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ അബ്സോർബ്സ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന, റീറേഡിയേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അബ്സോർബ്സ് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. അന്തരീക്ഷം അതിനെ ആഗിരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ഹാവ് സ്റ്റഡീഡ് ഇൻ, അപ്പൊ 4 പ്രോസസ്സും മനസ്സിലായല്ലോ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. You have studied in earlier classes that some gases present in the atmosphere can absorb terrestrial radiation. ചെറിയ ക്ലാസ്സുകളിൽ, അഥവാ 8ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചില ഗ്യാസസിന്, ചില വാതകങ്ങൾക്ക് ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ കഴിയും, ഈ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, which are those gases? ഏതൊക്കെയാണ് ആ ഗ്യാസസ്? 8ാം ക്ലാസ് പഠിച്ചതാണ്. ഉത്തരം ഞാനിവിടെ കാണിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ തുടങ്ങിയിട്ടുള്ള ഗ്യാസസ് ആണ് ഇത്തരത്തിൽ ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ, അത്തരം ഗ്യാസസിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നും പറയാറുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് സച്ച് അബ്സോർപ്ഷൻ? ഈ രൂപത്തിൽ ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷനെ ഇങ്ങനത്തെ ഗ്യാസസ് വല്ലാതെ അബ്സോർബ് ചെയ്താൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? എന്തായിരിക്കും? അതൊരു പരിധി കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു
increase in atmospheric temperature or that leads to global warming അങ്ങനെയും പറയാം. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടാൻ അത് കാരണമാവും. അതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നത്, ആഗോള താപനത്തിലേക്ക് നയിക്കുന്നത് അതൊക്കെയാണ്. സോ അങ്ങനെ പറയാം, ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഓർ ഇറ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്, രണ്ടും പറയാം. Now you might have understood that the atmosphere is heated mainly by terrestrial radiation. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ അന്തരീക്ഷം പ്രധാനമായിട്ടും ചൂടാവുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നത് ഈ പറയുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ്. ഈ പറയുന്ന കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ കൂടുതലും ഹീറ്റ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം. വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്? വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്? അതായത് ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം രാത്രികാലങ്ങളിലാണ് കൂടുതലും സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ടെറസ്ട്രിയൽ റേഡിയേഷൻ കൂടുതലും സംഭവിക്കുന്നത് രാത്രിയിലാണ്. എന്താണ് കാരണം? എന്താ കാരണം? ഇവിടെ കാണാം, ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അറ്റ് നൈറ്റ് ദി എർത്ത് സർഫസ് ഈസ് വാർമർ ദാൻ അറ്റ്മോസ്ഫിയർ. രാത്രികാലങ്ങളിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനേക്കാളും ചൂട് കൂടുതലായിരിക്കും നമ്മുടെ എർത്ത് സർഫസിന്, ഭൂമിയുടെ സർഫസിന്. സോ the transfer of heat from Earth's surface to atmosphere will be greatest at night. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലായിരിക്കും എന്ത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അഥവാ എർത്ത് സർഫസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് രാത്രിയിലായിരിക്കും. കാരണം കൂടുതൽ ചൂടുള്ള സ്ഥലത്തുനിന്ന് കുറഞ്ഞ ചൂടുള്ള സ്ഥലത്തേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. അപ്പോൾ കൂടുതൽ ചൂട് നമ്മുടെ എർത്ത് സർഫസ് ആവുന്നത് നൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിലായിരിക്കും ഈ പറയുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ കൂടുതലായിട്ടും ഒക്കർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ബിക്കോസ് അറ്റ് നൈറ്റ് ദി എർത്ത് സർഫസ് ഈസ് വാർമർ ദാൻ അറ്റ്മോസ്ഫിയർ. സോ ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എർത്ത് സർഫസ് ടു അറ്റ്മോസ്ഫിയർ വിൽ ബി ഗ്രേറ്റസ്റ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ എർത്ത് സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, then മറ്റൊരു question, what is the difference between insolation and terrestrial radiation? What is the difference between insolation and terrestrial radiation? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് നമ്മളിവിടെ ആൻസർ ഞാൻ പ്രത്യേകം എഴുതി കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു വാട്ട് ഈസ് ഇൻസോലേഷൻ ആൻഡ് വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ അത് രണ്ടും എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസോലേഷൻ. എന്താണ് ഇൻസോലേഷൻ? നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ, വാട്ട് ഈസ് ഇൻസോലേഷൻ? ഇവിടെ കാണാം, സോളാർ എനർജി റീച്ചസ് എർത്ത് in the form of short waves, that is called insolation. ഷോർട്ട് വേവ്സ് ആയിട്ട് സൗരോർജം, സൂര്യനിൽ നിന്നുള്ള എനർജി ഷോർട്ട് വേവ്സ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് ഇൻസോലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, then what is terrestrial radiation? രണ്ട് സെന്റൻസ് ഉണ്ട്, ഒന്നുകിൽ ഈ ബോക്സിനുള്ളിലുള്ളത് അതല്ലെങ്കിൽ ഇവിടെയുള്ളത്. ഓക്കെ, എന്താ ഇത് തന്നെ നോക്കാം. what is terrestrial radiation? The re-radiation of energy. എവിടുന്ന്? From the surface of the earth. എവിടേക്ക്? Back to the outer space. എങ്ങനെ? In the form of long waves is called terrestrial radiation. എന്താണ്? Re-radiation of energy from surface of the earth back to the outer space in the form of long waves is called terrestrial radiation. Okay, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ലോങ് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ ദീർഘ തരംഗ രൂപത്തിലാണ് അല്ലെ എവിടേക്ക് ഈ ഒരു എനർജി ഔട്ടർ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതാണെന്ത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. രണ്ടും എന്താണെന്ന് എഴുതി വെച്ചാൽ അതിന്റെ ആൻസർ ആയി. വാട്ട് ഈസ് ഇൻസോലേഷൻ ആൻഡ് വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇന്ന് നമ്മളത് പക്ഷെ പറയുന്നില്ല, ക്ലാസ് കൂടുതൽ ലെങ്തി ആയി പോവേണ്ട എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഒരു മാപ്പ് നോക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് പേജിൽ ഒന്നും പഠിക്കാനൊന്നുമില്ല.
ഏറ്റവും ആദ്യം നമ്മൾ ഇൻസുലേഷൻ, വാട്ട് ഈസ് ഇൻസുലേഷൻ എന്ന് നോക്കി. പിന്നീട് ഈ ഒരു പ്രോസസ്സസ് ഓഫ് 4 പ്രോസസ്സസ് ഓഫ് ഓർ ഡിഫറെന്റ് പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഏതൊക്കെയാ? നെയിംലി കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. പ്രധാനമായിട്ടും അത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എനിവേ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.